നാഷണൽ ഹെൽത്ത് മിഷൻ സംസ്ഥാന ഘടകവുമായി നടത്തിയ ആശാവർക്കർമാരുടെ സമരം പരാജയപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ മിനി സംസാരിക്കുകയാണ്. അതിലേക്ക് NHMന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ചർച്ച നടത്തിയത്. ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച ഒരു ഡിമാൻഡും അവിടെ ചർച്ച ചെയ്യാനോ തീരുമാനത്തിലേക്ക് പോകാനോ കഴിഞ്ഞിട്ടില്ല. മറിച്ച് കഴിഞ്ഞ ദിവസം വന്ന ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയും ചർച്ച ചെയ്തിരുന്നു. ഇൻസെൻറ്റീവിൽ ചില കൃത്രിമം നടത്തിയതുപോലെ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് ഓണറേറിയത്തിന് ബാധകമാക്കുന്ന ഒരു വിചിത്രമായൊരു ഉത്തരവ്, അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ സമയം ചർച്ച ചെയ്തത്. നമ്മളതിനകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് സർക്കാരിന് പണമില്ല, സമയം കൊടുക്കണം, നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് അവരിത്രയും സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മളത് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമരം നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തുടരും. ഇന്ന് ഈ ഫിക്സഡ് ഇൻസെൻറ്റീവും മറ്റ് ഓണറിനെ സംബന്ധിച്ച മാനദണ്ഡങ്ങളാണോ സംസാരിച്ചത്? ചർച്ചയിലുണ്ടായിരുന്നു. അവരത് സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. നമ്മളത് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷേ അതിനകത്തുള്ള അതിനകത്ത് വന്നിരിക്കുന്ന കൺഫ്യൂഷൻ തീർക്കുവാനായി നോക്കുമ്പോൾ അത് നമുക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അത് NHMന് യാതൊരു കൺഫ്യൂഷനില്ലെന്ന് അവർ വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു കാരണവശാൽ 21,000 രൂപ ഓണറേറിയം, ഒരു ദിവസം 700 രൂപ, 232 രൂപയ്ക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ കാര്യം ചർച്ച ചെയ്യുവാൻ പോലും തയ്യാറല്ല. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഞങ്ങൾ ഹരിയാനയിലെയും ബംഗാളിലെയും ഓർഡർ ഡോക്ടർ വിനയ് ഗോവലിന് നേരിട്ട് കാണിച്ചു. അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഓർഡറുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. വിരമിക്കൽ പ്രായം 62 വയസ്സിൽ പിരിച്ചുവിടാൻ സംസ്ഥാനത്തൊരു ഉത്തരവുണ്ട്, അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള ആ ഉത്തരവ് നമ്മുടെ കൈവശമുണ്ട്. അതിനെക്കുറിച്ചും പറയുന്നത് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണെന്നാണ്. അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരവ് കാണിക്കുമ്പോഴും അത്തരം രേഖകൾക്കൊന്നും യാതൊരു മറുപടിയില്ല. പലതവണ നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകണം എന്ന റിക്വസ്റ്റാണ് വെക്കാനുള്ളത്. എന്താണേലും ഏറ്റവും ഒടുവിൽ നമ്മൾ വെച്ച കാര്യങ്ങൾ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു മന്ത്രിയുമായിട്ടൊരു ചർച്ചയ്ക്കൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും വേഗം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് എത്രയും വേഗത്തിൽ ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം മാത്രമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നിട്ടുള്ളത്. അതായത് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാ ആവശ്യങ്ങളും അക്കമിട്ട് തിരുത്തി നേരത്തെ കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ വിഷയത്തിൽ ടച്ച് ചെയ്യാൻ പോലും തയ്യാറല്ല. 38 ദിവസം നീണ്ട ഒരു സമരത്തിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പരിഗണിക്കും എന്ന തരത്തിലാണ്. അതേ പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ സമരം തുടങ്ങി 4-ാം ദിവസം വന്നപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്ത് വ്യത്യാസമാണ് ഇന്നുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ അമിത ജോലിഭാരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല ഞങ്ങളുടെ സമരത്തിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവരതിനകത്തേക്ക് ചർച്ച ചെയ്യാൻ തയ്യാറ്